നമ്മുടെ ലൈവിൽ ഇപ്പം നമ്മുടെ ഷാനവാസിക്കയും അനുമോളും തമ്മിലുള്ളൊരു കോൺവെർസേഷനായിരുന്നു നടന്നത്. ഷാനവാസിക്കയെ തലയിൽ അടുപ്പിച്ച് സത്യം ചെയ്യിപ്പിക്കുകയാണ് അനുമോള്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു മോർണിംഗ് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരും സെലിബ്രിറ്റികളായിട്ട് ഇരിക്കുക, മറ്റുള്ള ആൾക്കാർ മീഡിയക്കാരുമായിട്ട് വന്നിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ അനുമോൾ സെലിബ്രിറ്റി ആയിട്ട് വന്നിരുന്ന സമയത്ത് ഷാനവാസിക്ക ചോദിച്ചത്, നിങ്ങൾ പുറത്തുനിന്ന് കരയത്തില്ല എന്ന് പറഞ്ഞ് ശബ്ദം ചെയ്തിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്, എന്നിട്ട് ഇപ്പം ഇവിടെ വന്നിട്ട് ഒരുപാട് കരയുന്നുണ്ടല്ലോ, അതെന്താണ് റീസൺ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അനുമോൾ പറയുന്നു, അവിടെ നമ്മൾ പുറത്തുനിന്ന് കരയത്തില്ലെന്ന് പറഞ്ഞാലും ചിലപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മളിവിടെ വന്ന് കരഞ്ഞു പോകും. ബിക്കോസ് നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ലല്ലോ ഇവിടുത്തെ ആൾക്കാർ നമ്മളോട് പെരുമാറുന്നതെന്നുള്ള രീതിയിലും. അപ്പോൾ അനുമോൾ അത് മനസ്സിൽ വെച്ചിട്ട് ആ ഒരു ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ഷാനവാസിക്കയെ പിടിച്ചിട്ട് ചോദിക്കുകയാണ്, ആരാണ് ഈ കാര്യം പറഞ്ഞത് ഇക്കയുടെ അടുത്ത്? കാരണം ഞാനൊരു ഇൻ്റർവ്യൂവിലാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്, ഇനി കരയില്ല എന്ന്. പക്ഷെ ഞാനിവിടെ കയറിയതിന് ശേഷമാണ് ഇൻ്റർവ്യൂ അവർ പുറത്തിറക്കിയത്. അപ്പം ഞാനും ഇക്കയും ഈ വീട്ടിൽ തന്നെ നിൽക്കുമ്പോൾ ഇക്കയുടെ അടുത്ത് ആ ഇൻ്റർവ്യൂവിൽ നടന്ന കാര്യം ആരാണ് പറഞ്ഞത്? അത് പറഞ്ഞത് ലക്ഷ്മി തമ്പുരാട്ടിയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അനുമോൾ പുറകെ ഇട്ട് ഓടിക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് ചോദിക്കുന്നു, നിന്നെ എനിക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല, ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റില്ല, എന്ത് ചോദിച്ചാലും നിനക്ക് പ്രശ്നങ്ങളാണല്ലോ ഡി എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. എന്നിട്ട് അനുമോൾ ഇങ്ങനെ ഷാനവാസിനെ ഓടിക്കുകയാണ് ആ ഒരു സെറ്റിയുടെ ചുറ്റുമിട്ട്. എന്നിട്ട് ലാസ്റ്റ് അനുമോൾ ഷാനവാസിനെ പിടിച്ചു. ഷാനവാസിക്കടുത്ത് പറയാണ്, കൈ അടിച്ച സത്യം ചെയ്ത് ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞത് ലക്ഷ്മി തമ്പുരാട്ടിയല്ല, നമ്മുടെ പുറത്തുപോയ ലക്ഷ്മിനെ കുറിച്ചാണ് പറയുന്നത്, ലക്ഷ്മി തമ്പുരാട്ടിയല്ല ഈ കാര്യം ഷാനവാസിക്കയുടെ അടുത്ത് പറഞ്ഞതെന്ന് സത്യം ചെയ്യും, കയ്യിലടിച്ച സത്യം ചെയ്യും. എന്നിട്ട് ഷാനവാസിൻ്റെ തലയിൽ കൈ വെപ്പിച്ചിട്ട് സത്യം ചെയ്യാൻ നോക്കുന്നുണ്ട്. എൻ്റെ തലയാണോ സത്യം എന്ന് പറയുമ്പോൾ ഷാനവാസ് പറയുന്നത് എൻ്റെ മുടിയാണോ സത്യം എന്ന്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ഇങ്ങനെ മുടിയെക്കുറിച്ച് സത്യം ചെയ്താൽ മുടിയെല്ലാം പോവും, കഷണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിലേയും വന്ന് അവിടെ നിൽപ്പുണ്ട്. അതിനുശേഷം അവർ തമ്മിൽ എന്തൊക്കെയോ ഷാനവാസിൻ്റെ അടുത്ത് ഇങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അനുമോളും ഷാനവാസും ഒക്കെ നല്ലൊരു കമ്പനി ആയിട്ടുണ്ട്. അവർ നല്ലൊരു കോംബോ, ഒരു നല്ല രസമുണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്ക് തെറ്റുമെങ്കിലും ഇവർ നല്ലൊരു ഭംഗിയുള്ളൊരു രസമുള്ളൊരു കോംബോ ആണ്. അനുമോളും ഷാനവാസിക്ക് ആയിക്കോട്ടെ, അനുമോളും അനീഷേട്ടനായിക്കോട്ടെ, അനുമോളും അതിലെ നൂറായിക്കോട്ടെ, നല്ല രസമുള്ളൊരു കോംബോ ആണ് ഇവർക്ക് തമ്മിൽ എല്ലാവർക്കും ഉള്ളത്.